സീറ്റ് വിഭജനം ഒരു അപസ്വരവും ഇല്ലാതെയാണ് UDF പൂർത്തിയാക്കിയത്. ചരിത്രത്തിൽ ആദ്യമായിട്ട് അറിഞ്ഞുപോലുമില്ല ചർച്ചകൾ നടക്കുന്നത്. വളരെ നന്നായി, വളരെ പരസ്പരമുള്ള വിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഞാൻ ടീം UDF എന്നുള്ള വാക്ക് ഉപയോഗിച്ചത്. അക്ഷരാർത്ഥത്തിൽ അടിവരയിടുന്ന തരത്തിലുള്ള ചർച്ചകളാണ് UDFന്റെ സീറ്റ് വിഭജനത്തിൽ നടന്നത്. അക്ഷരാർത്ഥത്തിൽ ടീം UDF ആയി അത് മാറി. ഒരാളും അനാവശ്യമായ ചിലരെല്ലാം വിട്ടുവീഴ്ചകൾ ചെയ്തു. ഇപ്പൊ കേരള കോൺഗ്രസ് എല്ലാം ചില വിട്ടുവീഴ്ചകൾ ചെയ്തു. താൽക്കാലികമായിട്ടാണെങ്കിൽ പോലും ചില വിട്ടുവീഴ്ചകൾ ചെയ്തു. വളരെ സഹകരണത്തോടു കൂടിയാണ് ഞങ്ങൾ പോയത്. എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടാണ് പോയത്. അതിനുശേഷം കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് വന്നു. 3 ദിവസം എടുത്തെന്നാണ് വലിയ വാർത്ത. നിങ്ങൾ പണ്ടല്ലേ എത്ര ദിവസമാണ് എടുക്കുന്നത്? ഇവിടുത്തെ തിരുവനന്തപുരത്തെ AKG സെന്ററിൽ ഇരുന്ന് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് പോലെയാണോ കോൺഗ്രസിന്റെ പ്രൊസീജിയർ? കോൺഗ്രസിന് ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൂടണം. ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൂടി പ്രപ്പോസൽ കൊടുക്കണം. മുതിർന്ന നേതാക്കൾ